സനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ തീരുമാനം നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനൊരുങ്ങിയ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന അംഗങ്ങൾ 1977 സർവകലാശാല ചട്ടത്തിലെ 6-ാം അധ്യായത്തിലെ ചട്ടം 1.1.1.2 പ്രകാരം നിയമവിരുദ്ധമായി വിളിച്ച യോഗം സിൻഡിക്കേറ്റ് യോഗമാവില്ലെന്നും ചട്ടവിരുദ്ധമായി വിളിച്ചു ചേർത്ത യോഗത്തിന്റെ തീരുമാനങ്ങൾ അസാധുവാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് അംഗങ്ങൾ കോടതിയെ സമീപിക്കുക. വിനീഷ് ചേരുന്നു. വിനീഷ് പറയൂ. നിലവിൽ നേരത്തെ ചേർന്ന VCയുടെ അസാന്നിധ്യത്തിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളല്ലാത്ത മറ്റു സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കുന്നത്. കാരണം 1977 സർവകലാശാല ചട്ടത്തിലെ 6-ാം അധ്യായത്തിലെ ചട്ടം 1.1 പ്രകാരം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനുള്ള അധികാരം VCക്ക് മാത്രമാണ്. ആ അധികാരത്തിന്മേൽ കൈകടത്താൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പോലും അവകാശമില്ല എന്ന് ഈ ചട്ടത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ ചട്ടം അട്ടിമറിച്ചുകൊണ്ടാണ് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു സിൻഡിക്കേറ്റ് യോഗം, അനധികൃതമായ ഒരു സിൻഡിക്കേറ്റ് യോഗം ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിളിച്ചു കൂട്ടിയത് എന്നതാണ് പ്രധാന ആരോപണവുമായി മറ്റു സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് അത് ചട്ടവിരുദ്ധമാണ്, അത് അനധികൃതമാണ് എന്ന കാര്യം തന്നെയാണ് ആദ്യമായി ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം 6-ാം അധ്യായത്തിലെ സർവകലാശാലയിലെ ചട്ടത്തിലെ 6-ാം അധ്യായത്തിലെ ചട്ടം 1.2 പ്രകാരം VCയുടെ അഭാവത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നെങ്കിൽ അത് VC മരണപ്പെടുകയോ മറ്റേതെങ്കിലും തരത്തിൽ VCക്ക് സർവകലാശാല നടപടിക്രമങ്ങളിൽ ഇടപെടാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഘട്ടങ്ങളിൽ മാത്രമേ അത്തരത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരാനുള്ള അവകാശമുള്ളൂ. ഈ അവകാശങ്ങളൊക്കെ നിലനിൽക്കാൻ സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരേണ്ട പെരുമാറ്റച്ചട്ടം കൃത്യമായി തന്നെ സർവകലാശാലയുടെ ചട്ടങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ചട്ടങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് അനധികൃതമായ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് എന്നതാണ് മറ്റു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുന്ന പ്രധാന ആക്ഷേപം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതും. ഒപ്പം തന്നെ VC ചുമതലയിരിക്കേണ്ടത് സിൻഡിക്കേറ്റുകളുടെ യോഗം ചേർന്നുകൊണ്ട് ആണ്. ആ സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ VC ഇരുന്നു. അതിനുശേഷം അജണ്ട മാറിയതിൻ്റെ ഘട്ടത്തിലാണ്, അജണ്ട മാറ്റിയതിൻ്റെ ഘട്ടത്തിലാണ് VC സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടത്. നേരത്തെ തന്നെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതിന് മുമ്പായി തന്നെ കൃത്യമായി ഏതൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, ആ സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ അജണ്ട എന്താണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാകും. ആ അജണ്ടയ്ക്ക് വിപരീതമായി അത്തരത്തിലുള്ള ഒരു സിൻഡിക്കേറ്റ് യോഗം നടത്തുകയാണെങ്കിൽ അത് ചട്ടവിരുദ്ധമാണ്, നിയമപരമായി യാതൊരു സാധുതയും ഇല്ലാത്തതാണ്. അത് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 1977 സർവകലാശാല ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മറ്റു സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. രോഹിണി. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.